ഇവർ ഈ കാണുന്നതല്ല, ഇവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇവരെന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. ഹൗസ് മെയ്ഡ് എന്നാണ് സിനിമയുടെ പേര്. വളരെ റീസെൻ്റ് ആയിട്ട് 2025 ഇറങ്ങിയൊരു എന്താ പറയുക, ഒരു സസ്പെൻസ്ഫുൾ മിസ്റ്ററി ത്രില്ലർ പടമാണ്. കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സിനിമയാണ്. തുടക്കത്തിൽ കിട്ടുന്ന ഒരു മിസ്റ്ററി ഫീൽ, ആ ഒരു സസ്പെൻസ്, അത് തുടക്കം മുതൽ അവസാനം വരെ എവിടെയും ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഒരു പോയിന്റ് പോലും അങ്ങനെ സിനിമയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ കുറച്ചുകൂടി ഇഷ്ടമാണ്. സോ കുറച്ച് കാലമായി അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട്. സോ ഈ സിനിമ അങ്ങനെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സ്വിറ്റ്നി സീനി അവതരിപ്പിച്ചിരിക്കുന്ന കാസി എന്നാണ് മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരി ഒരു വേലക്കാരിയാണ്, ഒരു ഹൗസ് മെയ്ഡാണ്. പുള്ളിക്കാരി ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഒരു കപ്പിളാണ് താമസിക്കുന്നത്, ഒരു വൈഫും ഒരു ഹസ്ബൻഡും. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കാസിക്ക് അവിടുന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ കാസി എങ്ങനെ നേരിടുന്നു എന്നതുമാണ് സിനിമയുടെ പ്ലോട്ട്. വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ സിനിമ അതിനകത്ത് ഒരു മിസ്റ്ററി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈച്ച് ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഇവർ ഈ കാണുന്നതല്ല, ഇവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇവരെന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സം മിസ്റ്ററി ഫീൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്നും കിട്ടും. ഈ കപ്പിൾസിലെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അമാൻഡ സേഫ്രീഡ് ആണ്. നീന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരിയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് നീന എന്ന ക്യാരക്ടറാണ്, അമാൻഡ സേഫ്രീഡ് ആണ്.